ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഡ്രീം മാളൂട്ടി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് കേട്ടോ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്ന് സ്വർഗവാതിൽ ഏകാദശിയാണ്. ഇന്നത്തെ ദിവസം വ്രതം എടുക്കുന്നതും അമ്പലത്തിൽ പോകുന്നതും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഞങ്ങളിന്ന് രാവിലെ തന്നെ അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. സാധാരണ ഞങ്ങൾ വ്യാഴം വൈകുന്നേരമാണ് പോകാറ്. രാവിലെ പോകൽ കുറവാണ്. ഇവിടെ വൈകുന്നേരം പോകുമ്പോൾ പൂജകളും കാര്യങ്ങളൊക്കെ നല്ലോണം നമുക്ക് കാണാനൊക്കെ സാധിക്കാറുണ്ട്. അതുകൊണ്ട് വൈകുന്നേരമാണ് പോകാറ്. ഇന്നിപ്പോൾ ഏകാദശി ആയതുകൊണ്ട് തന്നെ രാവിലെ പോകാമെന്ന് വെച്ചു. ഇതാണ് കേട്ടോ നമ്മുടെ ബിൽഡിങ്. താഴെ ഓഫീസും മേളിലാണ് നമ്മൾ താമസിക്കുന്നത്. രാവിലെ നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ മഴക്കാറും ഉണ്ട്. 2-3 ദിവസത്തേക്ക് ഇവിടെ മഴയുണ്ടാകും എന്നൊക്കെ പറയുന്നു. ന്യൂനമർദ്ദം ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് കണ്ടത് മലനയുടെ ഇടയിൽ സൂര്യൻ പൊങ്ങി വരുന്നേ ഉള്ളൂ. മഴക്കാറ് കാരണം പക്ഷേ നല്ലോണം കാണാൻ പറ്റില്ല കേട്ടോ. മഴക്കാറിലായിരുന്നു നല്ലൊരു വ്യൂ ആയേനത്. രശ്മികളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്, പക്ഷെ മിക്കവാറും പൊങ്ങി വരുമ്പോൾ അത് മഴക്കാറിൻ്റെ ഉള്ളിലേക്ക് പോകും. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. മാളൂനെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. മാളൂനെ പനി ആയതുകൊണ്ട് രാവിലെ കുളിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമാവും. അതുകൊണ്ട് മാളൂനെ കൊണ്ടുവന്നില്ല. ഇതാട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ ലുലു. അവന്യൂ മാളിലാണ്, അതിൻ്റെ ഉള്ളിലാണ് ലുലു. ഇവിടെ നേരത്തെ ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഒരു ചെറിയ ലുലു ആയിരുന്നു. പിന്നീട് അത് വലിയൊരു ബിൽഡിംഗ് ആയി മാറി കേട്ടോ. ഈ കാണാണ്ട് ആ ഒരു ഈ കാണുന്നത് ഈ ഇടയായിട്ട് നിർമ്മിച്ചതാട്ടോ ഇവിടുത്തെ ഫ്ലാഗ് തൂക്കാനായിട്ട് ഏറ്റവും വലിയ കൊടിമരം. നമ്മൾ ആദ്യം പോകുന്നത് ശിവക്ഷേത്രത്തിലേക്കാണ്. ശിവക്ഷേത്രത്തിൽ എപ്പോഴും ഇങ്ങനെ അടച്ചിട്ടുള്ള പൂജ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ ചെന്നാലും പ്രാർത്ഥിച്ചിട്ട് പോരാൻ കേട്ടോ. മറ്റേ ഈ കാണുന്നതാണ് ശിവക്ഷേത്രം. അമ്പലത്തിൻ്റെ വാതിക്കെ തന്നെ നമുക്ക് വേണ്ട വഴിപാടുകൾക്ക് വേണ്ട പാലും വെള്ളവും ഒക്കെ ഉള്ള ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടാവും. നമുക്ക് അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് അകത്തേക്ക് കയറാൻ കേട്ടോ. ചെന്നോടനെ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്രാവുകൾക്ക് അരിമണി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് കഴിക്കുകയാണ് അവർ. നമുക്കപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയായിട്ടോ. അമ്പലത്തിലേക്ക് കയറാം. അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാൻ അലൗഡ് അല്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് നമ്മൾ കയറുന്നവിടുത്ത് നമുക്ക് ചെറിയ വീഡിയോയൊക്കെ എടുക്കാം. ഇവിടെ നിന്നൊക്കെ എടുക്കാം. പക്ഷെ ഉള്ളിലേക്ക് കയറി നമുക്ക് വീഡിയോയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന സമയത്തൊന്ന് എടുത്തതാണ് ഈ വീഡിയോ. ഇനി അകത്തേക്ക് പോയി പ്രാർത്ഥിച്ചിട്ട് വരാം കേട്ടോ. ഞങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങി. അപ്പോൾ എനിക്ക് അവിടെ പ്രാർത്ഥിച്ച് ശിവൻ ഭഗവാന്റെ അടുത്ത് പാലും വെള്ളമൊക്കെ മേടിച്ച് കൊടുത്തിരുന്നു കേട്ടോ. ആ സമയത്ത് അതിന് ധാരയൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ തിരുമേനി എനിക്ക് ഒരു ഓറഞ്ചും പിന്നെ കുറച്ച് പുഷ്പങ്ങളും തന്നു. അപ്പം നമ്മളിന്ന് ഹാപ്പിയാണ്. ഇന്ന് രാവിലത്തെ പൂജ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത പാലും വെള്ളമൊക്കെ നന്നായി ഒഴിച്ച് പ്രത്യേക പൂജകളും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റി. നല്ലൊരു മനസ്സുഖം കിട്ടി. ഇന്നത്തെ ക്ലൈമറ്റ് നല്ലതാണ്, ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമുണ്ട് ഇവിടെ നിൽക്കാനായിട്ട്. നമ്മൾ ആദ്യത്തെ അമ്പലത്തിൽ പോയി തിരിച്ചു വരികയാണ്. ഇനി അടുത്ത അമ്പലം വിഷ്ണു ക്ഷേത്രം. ആദ്യം നമ്മൾ പോയി ശിവക്ഷേത്രത്തിലാണ്, ഇനി വിഷ്ണു ക്ഷേത്രത്തിലേക്ക്. ഇത് മത്ര എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. നമ്മൾ ശിവക്ഷേത്രത്തിൽ നിന്ന് പോരുന്ന വഴിയാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ അവിടെ ഒരു കപ്പൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങളൊന്ന് ഇറങ്ങി നോക്കിയിട്ട് അങ്ങ് പോകാം, അപ്പോൾ ഒന്ന് റിലാക്സ് ആവുകയും ചെയ്യുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇന്ന് ഇവിടെ അത്യാവശ്യം ആളുകളൊക്കെ രാവിലെ തന്നെ വന്നു തുടങ്ങി. ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ വൈകുന്നേരം ആണെങ്കിലും വന്നിരിക്കുന്ന ഒരു പ്ലേസാണ് കേട്ടോ. കപ്പൽ വന്നിട്ടുണ്ട്. അപ്പോൾ കപ്പലിൻ്റെ ഉള്ളിലൊക്കെ കയറി കാണാം. അതിനുള്ള എന്തോ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നല്ല തിരക്കാട്ടോ. ഇന്ന് നമ്മൾ പണ്ടൊരു കപ്പൽ വന്നപ്പോൾ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂ ആയിരുന്നു. ഇപ്പോൾ ഒരു കപ്പൽ വന്നിട്ടുള്ളത് അതും കാണാനായിട്ട് നല്ല ക്യൂ ആണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് അറിയാനാണ് വന്നത്. കുറച്ച് കുഞ്ഞു കപ്പലൊക്കെയാണ് കിടക്കുന്നത്, അതാണോ എന്ന് അറിയത്തില്ല. ഒരു വലിയ കപ്പൽ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. ഒരു 5 മിനിറ്റ് ഒന്ന് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമായതുകൊണ്ട് ഇച്ചിരി നേരം വന്ന് ഇറങ്ങി ഒന്ന് നിന്നിട്ട് പോകാമെന്ന് കരുതി. പിന്നെ മാളും ഇല്ലല്ലോ. മാളും ഉണ്ടായിരുന്ന കുറച്ച് നേരം കൂടിയൊക്കെ ഇവിടെ ഇരിക്കായിരുന്നു. അപ്പോൾ വേഗം പോകണം. ഇനി വിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോകുകയാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ നട തുറക്കണ ഒരു ടൈമിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനാണ് നമ്മളവിടെ ചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോരാം.
ഈ മല കണ്ട, ഈ മലയുടെ മേളിലായിട്ട് കയറാനുള്ള സൗകര്യം എന്തേ അവിടെ ഒരു ചെറിയ പാറ പോലെ കണ്ട, അത് ഉണ്ടാക്കി വെച്ചേക്കുന്ന കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഓപ്പണിംഗ് ഉണ്ട്, പിന്നെ കോടി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കയറി മേളിലോട്ട് പോകാം കേട്ടോ. നമ്മളിതുവരെയായിട്ടും കയറിയിട്ടില്ല, ഒരു ദിവസം കയറണമെന്ന് വിചാരിക്കുന്നു. ആ മലയുടെ മേളിൽ കാണുന്ന കണ്ട ഫോർട്ട്, അവിടെ ഞങ്ങൾ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ മത്രയിൽ നിന്ന് പോകുന്നു. ഇനി വിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ ഈ വഴിയാണ് കേട്ടോ. ഇത് ഇവിടെ പള്ളിയുണ്ട് കേട്ടോ, ക്ഷേത്രത്തിൻ്റെ ഇപ്പുറത്ത് തന്നെ, അടുത്ത് തന്നെ പള്ളി. ഈ വണ്ടികളൊക്കെ പള്ളിയിലേക്ക് പോകാനുള്ളതാണ്. ഇതിനപ്പുറം കാണുന്ന ഇതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിലെത്തി ഇന്ന് നല്ല തിരക്കാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ളാണ്. അപ്പുറത്തേക്കും പാർക്കിംഗ് ഉണ്ട്. നമുക്ക് അപ്പുറത്താണ് നമ്മൾ കൊണ്ട് പാർക്ക് ചെയ്യണം കേട്ടോ. ഇവിടെയും ഫുള്ളാന്ന് തോന്നണം കേട്ടോ. ഇവിടെയും നിറച്ച് വണ്ടിയാണ്. നമ്മൾ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാം. പാർക്കിംഗ് കിട്ടി കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ ഇറങ്ങി. ഇന്ന് നല്ല തിരക്കുണ്ട്. എന്തോ പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളിയാഴ്ച എന്നും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാകും കേട്ടോ. ആളുകളൊക്കെ തൊഴുതിറങ്ങി അങ്ങോട്ട് പോയൊക്കെ ഇരിക്കണം കേട്ടോ. ഈ വഴി നമുക്ക് പോകുന്ന വഴി തന്നെ പൂ വേണമെങ്കിൽ പൂ മേടിക്കാൻ, ചന്ദനത്തിരി, തേങ്ങ അങ്ങനെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയുണ്ട് പ്രാവുകൾ. ഇഷ്ടംപോലെ ആളുകളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്തൊക്കെയോ പ്രോഗ്രാംസും ഉണ്ട്. ഇവിടെ ഓഡിറ്റോറിയം ഒരെണ്ണകത്തുണ്ട് കേട്ടോ. അവിടെ മിക്കപ്പോഴും പ്രോഗ്രാംസൊക്കെ ഉണ്ടാവും. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള കാര്യങ്ങളാട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ നിന്നാണ് നമ്മൾ കയറാറ്. ഫ്രണ്ടിലും ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ, അവിടെ നിന്നും കയറാം. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ കേട്ടോ. ഇവിടെ ഗണപതി ഹോമം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രസാദം അവിടെ ഇരിക്കുന്നുണ്ട്. അകത്തുനിന്ന് നമുക്ക് പ്രസാദം കിട്ടും. ഇതിൻ്റെ അകത്താണ് കൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണുള്ളത്. പിന്നെ ആദ്യം കടന്നു വരുന്നിടത്ത് ദേവിയുടെ പ്രതിഷ്ഠയുണ്ട്, പിന്നെ വിഘ്നേശ്വരൻ്റെ പ്രതിഷ്ഠയുണ്ട്, ബുദ്ധസ്വാമിയുണ്ട്. അത്രയും പ്രതിഷ്ഠകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. എല്ലാവരും ഗണപതി ഹോമത്തിൻ്റെ അവിടെ നിന്ന് പ്രസാദം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും പോയി എടുത്തു, അനുശേഷണം തൊട്ട് കൊടുത്തു. പിന്നെ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് കുറച്ച് നേരം ഇവിടെ ഇരിക്കും കേട്ടോ. അതൊരു സുഖമാണ്. എല്ലാവരും തന്നെ അങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ഇരിക്കും. ഞങ്ങൾ ബെഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചിട്ടും അവിടെ കുറേ നേരം ഇരിക്കാറുണ്ട്. രാത്രി വന്നാലും നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കും. നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. നമുക്ക് മനസ്സിന് നല്ല സുഖമല്ല അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞ് ഇങ്ങനെ കുറേ നേരം ഇരിക്കുന്നത്. ഞങ്ങൾ ഇരുന്നവിടത്തേക്കും ഒരു പ്രാവ് വന്ന കേട്ടോ. കണ്ട, നല്ല രസമുണ്ട് അതിനെ കാണാൻ. ഇവിടെ മഴ പെയ്തു തുടങ്ങിയ കേട്ടോ. അത് കാരണം ഞങ്ങൾ പോവുകയാണ്. ഇന്നലെയൊക്കെ മഴ പെയ്തിട്ടുണ്ടെന്നു. രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു. മൊത്തം നനഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് മഴയൊന്നും പെയ്തില്ല കേട്ടോ. മഴക്കാറുണ്ടായിരുന്നു, മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയ കാരണം നമ്മൾ പോവുകയാണ്. ഇപ്പം നമ്മുടെ ഇന്നത്തെ 2 അമ്പല യാത്രകൾ കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.